ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വികസിത് ഭാരത് വികസിത് മധ്യപ്രദേശ് പരിപാടിയെ അഭിസംബോധന ചെയ്യും. ആധുനിക സാങ്കേതിക വിദ്യയെ കൃഷിയുമായി യോജിപ്പിക്കുന്ന അഗ്രിടെക് സമ്പ്രദായത്തിനാണ് കേന്ദ്ര സർക്കാർ പ്രോത്സാഹനം നൽകുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ഗവേഷണ സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള പുനരധിവാസ ഗ്രാമം പദ്ധതിയുടെ ഒന്നാം ഘട്ടം നാടിന് സമർപ്പിച്ചു. വേനൽ കടുക്കുന്നു, ഉത്പാദനം ഇരട്ടിയാക്കി സംസ്ഥാന സർക്കാരിന്റെ കുപ്പിവെള്ള കമ്പനി. ISLൽ ഇന്ന് ഒഡീഷ ഈസ്റ്റ് ബംഗാളിനെ നേരിടും. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസിത് ഭാരത് വികസിത് മധ്യപ്രദേശ് പരിപാടിയെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് അഭിസംബോധന ചെയ്യും. മധ്യപ്രദേശിൽ 17,500 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിടും. ജലസേചനം, വൈദ്യുതി, റോഡ്, റെയിൽ, ജലവിതരണം, കൽക്കരി, വ്യവസായം തുടങ്ങിയ സുപ്രധാന മേഖലകൾ ഇതിൽ ഉൾപ്പെടും. 2,200 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 3 റെയിൽവേ പദ്ധതികളും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സമൂലമായി പരിഷ്കരിച്ചും വ്യത്യസ്ത മേഖലകളിലുള്ള മികവിന്റെ കേന്ദ്രങ്ങൾ ഒരുക്കിയും ഗവേഷണ സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വ്യത്യസ്ത മേഖലകളിൽ തൊഴിലെടുത്ത് കൊണ്ടിരിക്കുന്നവരെ ഈ മുന്നേറ്റത്തിന്റെ ഭാഗമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൊഴിൽ മേഖലയിൽ ഉള്ളവരുമായി കൊല്ലത്ത് നടത്തിയ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്ന അഭ്യസ്തവിദ്യരും നൂതനശേഷികളുള്ളവരുമായ തൊഴിലാളികൾ ഇന്ന് നമുക്കുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ വിഭാഗം തൊഴിലാളികളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നതാണ് സർക്കാരിന്റെ നിലപാട്. നമ്മുടെ കേരളത്തെ വിജ്ഞാന സമ്പദ്ഘടനയായും നൂതനത്വ സമൂഹമായും പരിവർത്തിപ്പിക്കാനാണ് നാം ശ്രമിക്കുന്നത്. ലോകത്താകെയുള്ള നൂതന ആശയങ്ങളെ കേരളത്തിലേക്ക് ആകർഷിക്കാനും അവയെ പ്രയോജനപ്പെടുത്താനാകും വിധം കേരളത്തിന്റെ ശേഷികളെ, ജനങ്ങളുടെ കഴിവുകളെ വികസിപ്പിക്കാനും ശ്രമിക്കുന്നത് നവകേരള നിർമ്മിതിയുടെ ഭാഗമാണ്. പുതിയ തൊഴിലുകളും സാങ്കേതിക വിദ്യകളും പഴയ തൊഴിലുകളെ ഇല്ലാതാക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കൃഷിയിൽ തുടരുന്നത് പ്രോത്സാഹിപ്പിക്കാനും ആധുനിക സാങ്കേതിക വിദ്യയെ കൃഷിയുമായി സംയോജിപ്പിക്കുന്ന അഗ്രിടെക് സമ്പ്രദായത്തിന് കേന്ദ്ര സർക്കാർ വലിയ പ്രോത്സാഹനമാണ് നൽകുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. കൊല്ലത്ത് സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിലയിലെ ചൂഷണം ഒഴിവാക്കാനും കൃഷിച്ചെലവ് കുറയ്ക്കാനും കർഷക കൂട്ടായ്മയുടെ പ്രാധാന്യം മനസ്സിലാക്കിയാണ് രാജ്യത്തുടനീളം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ തുടങ്ങാൻ കേന്ദ്ര സർക്കാർ പിന്തുണ നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസം ലക്ഷ്യം വെച്ച് കാസർഗോഡ് ജില്ലയിലെ മൂളിയാർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന പുനരധിവാസ ഗ്രാമം സഹജീവനം സ്നേഹഗ്രാമം പദ്ധതിയുടെ ഒന്നാംഘട്ട നിർമ്മാണ പ്രവൃത്തികൾ മന്ത്രി ആർ ബിന്ദു നാടിന് സമർപ്പിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. കേരളത്തിന്റെ മാതൃകാ പദ്ധതിയായി സാമൂഹ്യനീതി വകുപ്പ് വിഭാവനം ചെയ്തതാണ് എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കാസർഗോഡ് പറഞ്ഞു. ഏകദേശം 58 കോടി രൂപയുടെ വികസന പദ്ധതിയാണ് പുനരധിവാസ ഗ്രാമത്തിന്റെ പ്രവൃത്തികൾക്കായി നീക്കിവെച്ചത്. ഇതിലെ ആദ്യഘട്ടമാണ് ഹൈഡ്രോതെറാപ്പി, ക്ലിനിക്കൽ സൈക്കോളജി ബ്ലോക്ക് എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരോട് LDF സർക്കാർ എന്നും അനുഭാവപൂർണമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും സ്നേഹഗ്രാമം അതിലെ നാഴികക്കല്ലാണെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. തനതു വരുമാനം വർദ്ധിപ്പിക്കുകയും സർക്കാരിന്റെ ധൂർത്ത് നിയന്ത്രിക്കുകയും ചെയ്താൽ മാത്രമേ കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകൂ എന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ കൊല്ലത്ത് പറഞ്ഞു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സഭ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസന പദ്ധതികൾക്കുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ രാജ്യത്തെ ഏറ്റവും കുറവ് ചെലവഴിക്കുന്ന സംസ്ഥാനം കേരളമാണെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് നഗരസഭ അമൃത് പദ്ധതിയിൽ സ്ഥാപിച്ച നഗരത്തിലെ യന്ത്രപ്പടിയും ക്യാമറ നിരീക്ഷണ പദ്ധതിയും കേന്ദ്രമന്ത്രി വി കെ സിംഗ് ഉദ്ഘാടനം ചെയ്തു. കൽപ്പാത്തിയിൽ വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തു. പെരിയാർ നദീതട പരിപാലനം സംബന്ധിച്ച പഠന ഗവേഷണങ്ങൾക്ക് കേന്ദ്ര ജലശക്തി മന്ത്രാലയം കേരളത്തിലെ 2 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി കരാർ ഒപ്പുവച്ചു. പാലക്കാട് IIT, കോഴിക്കോട് NIT എന്നിവയാണ് കേരളത്തിൽ നിന്ന് പങ്കാളികളായ സ്ഥാപനങ്ങൾ. ദേശീയ നദീ സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായാണ് നദീതട പരിപാലനം നടത്തുന്നത്. കോഴിക്കോട് ബേപ്പൂർ ഫിഷറി സ്റ്റേഷന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വൈകിട്ട് മന്ത്രി സജി ചെറിയാൻ ഓൺലൈനായി നിർവഹിക്കും. മന്ത്രി PA മുഹമ്മദ് റിയാസ് ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും. 2,20,00,000 രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
സംസ്ഥാന സർക്കാരിന്റെ കുപ്പിവെള്ള കമ്പനിയായ ഹില്ലി അക്വ ഉൽപാദനവും വിതരണവും ഇരട്ടിയാക്കി. അതിഘടന ചൂടും വിവിധ പദ്ധതികളിലെ പങ്കാളിത്തവുമായപ്പോഴാണ് തൊടുപുഴ മലങ്കരയിലെ പ്ലാന്റിൽ കുപ്പിവെള്ളത്തിന്റെ ഉൽപാദനം വർദ്ധിപ്പിച്ചത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. സംസ്ഥാനത്ത് വേനൽ ശക്തമായതോടെ പൊതുമേഖലയിലെ കുപ്പിവെള്ള കമ്പനിയായ ഹില്ലി അക്വയുടെ ഇടുക്കി മലങ്കര പ്ലാന്റിൽ പ്രതിദിന ഉൽപാദനം 60,000 ബോട്ടിലാക്കി ഉയർത്തി. തിരുവനന്തപുരം അരുവിക്കരയിലെ പ്ലാന്റിലും ഉൽപാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ജലസേചന വകുപ്പിന് കീഴിലുള്ള കമ്പനി മറ്റ് കുപ്പിവെള്ളങ്ങളെക്കാൾ 5 രൂപ കുറച്ച് 15 രൂപയ്ക്കാണ് വിൽപ്പന. റേഷൻ കടകൾ വഴി 10 രൂപയ്ക്ക് കുപ്പിവെള്ളം നൽകുന്ന സുജലം പദ്ധതി തുടങ്ങിയത് വിപണിയിൽ വലിയ ചലനമുണ്ടാക്കി. പാലക്കാട്, ഷൊർണൂർ അടക്കമുള്ള റെയിൽവേ സ്റ്റേഷനുകൾ, കൺസ്യൂമർ ഫെഡിന്റെ സഹകരണത്തോടെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ എന്നിവിടങ്ങളിലും ഹില്ലി അക്വ കുപ്പിവെള്ളം എത്തുന്നുണ്ട്. ഇതിനു പുറമെ ഫാക്ടറി ഔട്ട്ലെറ്റ് വഴിയും വിൽപ്പനയുണ്ട്. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ ഈസ്റ്റ് ബംഗാളിനെ നേരിടും. രാത്രി 7:30 ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മുംബൈ സിറ്റി ഗോവ FC മത്സരം സമനിലയിൽ അവസാനിച്ചു. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഗ്രൂപ്പ് എയിൽ ഇന്നലെ നടന്ന മേഘാലയ ഗോവ മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചതോടെയാണ് കേരളം ക്വാർട്ടർ ഉറപ്പാക്കിയത്. കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസസ് സർവകലാശാല പൂക്കോട് ക്യാമ്പസിലെ BVSC 2ാം വർഷ വിദ്യാർത്ഥി നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തം. ഇന്ന് കോളേജിലേക്ക് വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേനൽ കടുത്തതോടെ വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടി പത്തനംതിട്ട ജില്ലയിലെ മലയോര ജനത. ചിറ്റാറിൽ കുരങ്ങുകൾ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലകളിൽ ദിനംപ്രതി വന്യമൃഗശല്യം വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം ചിറ്റാർ മീൻകുഴി വടക്കേപ്പറമ്പിൽ സുദർശന പിള്ളയുടെ വീടിന്റെ മേൽക്കൂരയാണ് കുരങ്ങുകൾ തകർത്തത്. കുരങ്ങുകൾ കുറച്ചു വർഷങ്ങളായി പഞ്ചായത്തിൽ കർഷകർക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നതെന്നും ചിറ്റാർ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും കാട്ടുപന്നി, മലയണ്ണാൻ, മ്ലാവ്, കേഴ തുടങ്ങിയവയുടെ ആക്രമണം പതിവായിരിക്കുകയാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. കൂടാതെ ആന, പുലി, കാട്ടുപോത്ത് എന്നിവയും ഇടയ്ക്കിടെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നുണ്ട്. വേനൽ കനത്തതോടെ കാട്ടുമൃഗശല്യം വളരെയധികം വർദ്ധിച്ചതായി നാട്ടുകാരും പറയുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ KPCC പ്രസിഡന്റ് K. സുധാകരൻ MPയും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചേർന്ന് നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കും. പുത്തരിക്കണ്ടം മൈതാനത്ത് വൈകുന്നേരം 4:30 നടക്കുന്ന സമാപന സമ്മേളനം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഈ മാസം 9 കാസർഗോഡ് നിന്നാണ് സമരാഗ്നി ആരംഭിച്ചത്. പാലക്കാട്ടെ പ്രസിദ്ധമായ മണപ്പുള്ളിക്കാവ് വേല ഇന്ന് ആഘോഷിക്കുന്നു. വൈകിട്ട് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളത്തുകൾ കോട്ടമൈതാനത്ത് എത്തുന്നതിനാൽ വൈകിട്ട് 3 മണി മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വേലയോടനുബന്ധിച്ച് ഇന്ന് പാലക്കാട് താലൂക്ക് പരിധിയിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ എരുമേലി വടക്ക്, തെക്ക്, കോരുത്തോട്, മുണ്ടക്കയം എന്നീ വില്ലേജുകളിലായി 7000-ലധികം പട്ടയ അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനായി മുണ്ടക്കയം കേന്ദ്രമാക്കി സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസ് ആരംഭിക്കുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ അറിയിച്ചു. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മലയോര പട്ടയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഉയർത്തിയിരുന്ന തടസ്സങ്ങൾ കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾ നടത്തി പരിഹരിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. ശരീരത്തിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച സ്വർണം കൊച്ചി വിമാനത്താവളത്തിൽ കസ്റ്റംസ് പിടികൂടി. ബഹ്റൈനിൽ നിന്നും വന്ന കോഴിക്കോട് സ്വദേശി ഇസ്മായിലാണ് 4 ക്യാപ്സൂളുകളുടെ രൂപത്തിലാക്കി 877 ഗ്രാം സ്വർണം കടത്താൻ ശ്രമിച്ചത്. വ്യവസായ വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ സംരംഭകത്വ വർഷം പദ്ധതിയിലൂടെ 2 വർഷം കൊണ്ട് 5 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞതായി മന്ത്രി P. രാജീവ് പറഞ്ഞു. 71,000-ലധികം വനിതാ സംരംഭകരെ ഈ ഉദ്യമത്തിലൂടെ സൃഷ്ടിക്കാനായെന്നും അദ്ദേഹം പറഞ്ഞു. മികച്ച സംരംഭകർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾക്കുമുള്ള വാണിജ്യ വ്യവസായ വകുപ്പിന്റെ അവാർഡുകൾ വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ സമഗ്ര വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. മെഡിക്കൽ കോളേജിനായി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന 50 ഏക്കർ ഭൂമിയുടെ അക്വിസിഷൻ നടപടികൾ വേഗത്തിലാക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വികസിത് ഭാരത് വികസിത് മധ്യപ്രദേശ് പരിപാടിയെ അഭിസംബോധന ചെയ്യും. ആധുനിക സാങ്കേതിക വിദ്യയെ കൃഷിയുമായി യോജിപ്പിക്കുന്ന അഗ്രിടെക് സമ്പ്രദായത്തിനാണ് കേന്ദ്ര സർക്കാർ പ്രോത്സാഹനം നൽകുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി V. മുരളീധരൻ. ഗവേഷണ സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള പുനരധിവാസ ഗ്രാമം പദ്ധതിയുടെ 1ാം ഘട്ടം നാടിന് സമർപ്പിച്ചു. വേനൽ കടുക്കുന്നു, ഉത്പാദനം ഇരട്ടിയാക്കി സംസ്ഥാന സർക്കാരിന്റെ കുപ്പിവെള്ള കമ്പനി. ISLൽ ഇന്ന് ഒഡീഷ ഈസ്റ്റ് ബംഗാളിനെ നേരിടും. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.